ഒരു എഡിറ്റർ ഉണ്ടാവും അവിടെ. അയാൾ പറയും ഇത് കൊടുക്കില്ല, ഇത് കൊടുക്കില്ല, ഇത് കൊടുക്കില്ല. അയാൾ ആ എൻ്റയർ ന്യൂസ് റൂമിൻ്റെ ശത്രുവായിരിക്കും. കൊടുക്കരുത് എന്ന് പറയുന്ന ഒരാൾ. കൊടുക്കരുത് എന്ന് പറയുന്ന ആ ആളാണ് ആ സ്ഥാപനത്തിൻ്റെ ഗുഡ്വില്ലിനെയും ക്രെഡിബിലിറ്റിയെയും ഗാർഡിയൻ ചെയ്യുന്ന, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾ. പലപ്പോഴും തോന്നിയിട്ടുള്ളത് വാർത്ത അങ്ങനെ എപ്പോഴും ന്യൂട്രൽ ആയിരിക്കും എന്ന് നമ്മൾ എങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നത്? ജേർണലിസം എന്ന് പറയുന്നത് നമ്മൾ പവർഫുള്ളായ ഒരു കേന്ദ്രത്തിന് നേരെ നിങ്ങൾ തിരിഞ്ഞു നിൽക്കുന്നില്ലെങ്കിൽ, അതിനെ ഫേസ് ചെയ്ത് നിൽക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു അധികാര കേന്ദ്രത്തെ അക്കൗണ്ടബിൾ ആക്കുക എന്നതല്ല നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആ പണിയുടെ പേര് ജേർണലിസം എന്നല്ല. സാർ, ഇപ്പം നിലവിലത്തെ നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിൽ ഗേറ്റ് കീപ്പിംഗ് വേണ്ടതായിട്ടുണ്ടല്ലോ. അതായത് ഇപ്പം നമ്മൾ ഇപ്പം മീഡിയാസ് എല്ലാം ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു പാതയിലാണ് പോകുന്നത്. എപ്പാർട്ട് ഫ്രം കേരളയിലൊരു വേറൊരു രീതിയാണ്. പക്ഷേ എന്നാലും മീഡിയ സിസ്റ്റം വരുമ്പോഴത്തേക്ക് ഒരു കൺസർവേറ്റീവ് രീതിയിലാണ് പോകുന്നത് എൻ്റെ ഒരു നിലപാട്. ബാക്കിയുള്ള ന്യൂസുകൾക്കും ഇതേപോലെ തന്നെ ഒരു ഇത് കൊടുത്തിട്ട് അത് ഗേറ്റ് കീപ്പ് ചെയ്യാനുള്ളൊരു ചെറിയൊരു ഇൻ്റർവെല്ല് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതല്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഗേറ്റ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഇപ്പോൾ ചാനലുകളിലൊക്കെ ആണെങ്കിൽ എൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസിൽ ഒരു ഘട്ടം കഴിയുമ്പം ഒരു ചാനലിൻ്റെ എഡിറ്ററുടെ പ്രധാന പണി ഈ വാർത്ത കൊടുക്കില്ല എന്ന് പറയൽ മാത്രമാണ്. വാർത്തകൾ കൊടുക്കാൻ ഡസൻ കണക്കിന് റിപ്പോർട്ടേഴ്സും ഇഷ്ടംപോലെ സബ് എഡിറ്റർമാരും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒരു എഡിറ്റർ ഉണ്ടാവും അവിടെ. അയാൾ പറയും ഇത് കൊടുക്കില്ല, ഇത് കൊടുക്കില്ല, ഇത് കൊടുക്കില്ല. അയാൾ ആ എൻ്റയർ ന്യൂസ് റൂമിൻ്റെ ശത്രുവായിരിക്കും. കൊടുക്കരുത് എന്ന് പറയുന്ന ഒരാൾ. കൊടുക്കരുത് എന്ന് പറയുന്ന ആ ആളാണ് ആ സ്ഥാപനത്തിൻ്റെ ഗുഡ്വില്ലിനെയും ക്രെഡിബിലിറ്റിയെയും ഗാർഡിയൻ ചെയ്യുന്ന, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾ. സാർ, അപ്പം അതിൻ്റെ ഇപ്പം ആദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻവെസ്റ്റേഴ്സിൻ്റേതായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിലാണോ നമ്മുടെ ശരിക്കുള്ള ന്യൂസ് റൂം പോകുന്നത് ഇപ്പോൾ? സാറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതിൽ ഞാനൊന്ന് അല്പം എലാബറേറ്റ് ആയിട്ട് അത് പറഞ്ഞോട്ടെ. ഇതിനുള്ളത് ഒന്ന്, ഏത് മാധ്യമ സ്ഥാപനത്തിൻ്റെയും കളർ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻവെസ്റ്ററുടെ നിറമായിരിക്കും. അപ്പോൾ ആ സ്ഥാപനത്തിൽ പണം മുടക്കിയിരിക്കുന്ന ആളിൻ്റെ നിറമായിരിക്കും ആ സ്ഥാപനത്തിലെ വാർത്തയ്ക്ക്. നിങ്ങൾ ജേർണലിസം സ്റ്റുഡൻസ് എന്ന മട്ടിൽ പറയുന്നു. ഇതിൽ നമ്മൾ നേരിടുന്നൊരു പ്രശ്നം, നിങ്ങളൊരു ഹോസ്പിറ്റൽ തുടങ്ങുകയാണ്. ഇത് ഞാൻ എൻ്റെ ഒരു ഇൻവെസ്റ്ററോട് ഒരു ആളോട് ചോദിച്ചതാണ്. നിങ്ങളൊരു ഹോസ്പിറ്റൽ തുടങ്ങുന്നു. നിങ്ങൾ അവിടുത്തെ ചികിത്സയുടെ പ്രോട്ടോക്കോൾ തീരുമാനിക്കുന്നത് അതിന് പണം മുടക്കിയ ആളാവില്ല. അവിടുത്തെ ഡോക്ടർമാരുടെ ഒരു ബോർഡായിരിക്കും ചികിത്സയുടെ പ്രോട്ടോക്കോൾ തീരുമാനിക്കുക. നിങ്ങളൊരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങുന്നു. അവിടെ സിമൻറ്റും മണലും തമ്മിലുള്ള മിക്സ് തീരുമാനിക്കുന്നത് എൻജിനീയർമാരായിരിക്കും, അല്ലെങ്കിൽ ആർക്കിടെക്റ്റുകളോ എൻജിനീയർമാരോ ആയിരിക്കും, അല്ലാതെ മുതലാളി ആയിരിക്കില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ ഇൻഡസ്ട്രിയിൽ, ജേർണലിസത്തിനകത്ത്, മീഡിയക്കകത്ത് അതിൻ്റെ മിക്സ് തീരുമാനിക്കാൻ, അല്ലെങ്കിൽ ചികിത്സയുടെ പ്രോട്ടോക്കോൾ തീരുമാനിക്കാൻ ഞങ്ങൾക്ക് റൈറ്റ് ഉണ്ട് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഉടമസ്ഥർ ഞങ്ങളാണ്. യഥാർത്ഥത്തിൽ ഈ വാർത്തയുടെ ഉടമസ്ഥർ ഇവരല്ലല്ലോ. വാർത്തയുടെ ഉടമസ്ഥർ ജനങ്ങളും നമ്മളതിൻ്റെ കാറ്റലിസ്റ്റുകൾ മാത്രമാണ്. ഈ തിരിച്ചറിവ് ഈ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുന്ന ആളുകൾക്കുണ്ടാവുക എന്ന് നമുക്ക് ആഗ്രഹിക്കാൻ മാത്രമേ പറ്റൂ. ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്, നേരത്തെ ഇവിടെ ആരോ പറഞ്ഞു, പീപ്പിൾ ഡ്രിവൺ, ജനങ്ങൾ പേ ചെയ്യുന്ന സ്ഥാപനം ഉണ്ടാക്കുക. ഇതിൻ്റെ നടത്തിപ്പിന് ജനങ്ങളാണ് എന്ന് വന്നാൽ ഡെഫിനറ്റ്ലി നമ്മൾക്കതിൻ്റെ സ്വാതന്ത്ര്യം. ഈ മംതാനിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ സംസാരിച്ചു ക്യാമ്പയിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ട്രംപിൻ്റെ ഒരു ഇതിനെ കുറിച്ചിട്ടൊക്കെ ഈ യുവാക്കൾ അറിയുന്നത് കേരളത്തിലുള്ള ന്യൂസ് ചാനൽ വഴിയല്ല. ഈ കുറെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കേരളത്തിലെ ന്യൂസ് ചാനൽ വഴിയല്ല അവരറിയുന്നത്. ഈ ഇൻസ്റ്റഗ്രാമിലുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരും അവർ ഇതിനേക്കാട്ടിലും നന്നായിട്ട് എത്തിക്സ് നോക്കുന്നവരാണ്, ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നവരവരൊക്കെ. അപ്പോൾ ഞാനൊരു ചെറിയ സംഭവം പറയാം. ഇപ്പോൾ കുറേ കാലം മുമ്പ് ഒരു വലിയ ദുരന്തം ഉണ്ടായിരുന്നു കേരളത്തിൽ. ഒരു വ്യക്തിയുടെ ഒരു ദുരന്തം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ദുരന്ത സ്ഥലത്തുള്ള സംഭവങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പാരലായിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോയിരുന്നു. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ മകനെ വെച്ചിട്ട് കുറച്ച് ഈ ലോറിയൊക്കെ ഓടിപ്പിച്ചിട്ട്
ഈ ഒരു ന്യൂസ് ചാനൽ ഒരു ന്യൂസ് കവർ ചെയ്തിരുന്നു. ഇവർ ന്യൂസ് അല്ല എടുക്കാൻ നോക്കുന്നത്, ഇവിടെ ഒരു ഇമോഷണൽ സീനൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ജനങ്ങളെ ന്യൂസ് അല്ല അവർ കാണിക്കുന്നത്, ഒരു സിനിമ പോലെയാണ് ന്യൂസ് ചാനലാക്കാൻ ശ്രമിക്കുന്നത്. എൻ്റർടൈൻമെൻറ്റിനൊക്കെ ഒരു പരിധിയില്ലേ, കുറേ എത്തിക്സ് കുറേ കാണിക്കണം എന്നല്ല ഞാൻ പറയണത്, ഒരു മനുഷ്യൻ്റെ ബോധം ഉണ്ടാവണ്ടേ. ഇതിൽ നേരത്തെ പറഞ്ഞല്ലോ ജനങ്ങൾ ഏത് പക്ഷത്താണ് എന്നതിന് അവർ വളരെ ക്ലിയറായ സയൻസ് ഇതിനകം തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇന്ത്യയിലെ 2 മീഡിയ ടേക്ക് ഓവേഴ്സ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നടന്നത്. ഒന്ന് NDTVക്ക് മുമ്പ് ആദ്യം CNN, IBN ഉൾപ്പെടെയുള്ള നെറ്റ്വർക്ക് 18-ൻ്റെ 36 ചാനലുകൾ, സൂം TV ഉൾപ്പെടെ 36 ചാനലുകൾ, മണി കൺട്രോൾ, ഫസ്റ്റ് പോസ്റ്റ് പോലെയുള്ള വെബ്സൈറ്റ് ഉൾപ്പെടെയുള്ള 36 ചാനലുകൾ ചേർന്നാണ് റിലയൻസ് ഏറ്റെടുത്തത് വലിയ തുകക്ക്. പക്ഷേ അതുവരെ ഇന്ത്യയിലെ വലിയ ഒരു നെറ്റ്വർക്കായി ജനങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു നെറ്റ്വർക്കായി ഉണ്ടായിരുന്ന ആ മുഴുവൻ ശൃംഖലയും ജനം വിശ്വസിക്കാതായി. റിലയൻസ് ഏറ്റെടുത്തതോടുകൂടി ജനം അതിനെ കൈയൊഴിയാണ് ചെയ്തത്. നെറ്റ്വർക്ക് 18-ൻ്റെ ഒരു സ്ഥാപനത്തെയും ആരും വിശ്വസിക്കുന്നില്ല. അതിനുശേഷം ലോകത്ത് തന്നെ ഏറ്റവും ക്രെഡിബിളായി ഉണ്ടായിരുന്ന, ഇന്ത്യയിൽ നിന്ന് ലോകത്തേക്ക് നോക്കാൻ ക്രെഡിബിളായൊരു മാധ്യമ സ്ഥാപനം എന്ന പേരുണ്ടായിരുന്ന NDTV അദാനി ഏറ്റെടുത്തു. അദാനി ഏറ്റെടുത്തപ്പോൾ ആ ശൃംഖലയുടെ മുഴുവനായുള്ള ക്രെഡിബിലിറ്റിയാണ് പോയത്. പകരം NDTVയിലുണ്ടായിരുന്ന രവീഷ് കുമാർ സ്വന്തം നിലയിൽ രവീഷ് കുമാർ ഒഫീഷ്യൽ എന്നൊരു ചാനൽ യൂട്യൂബിൽ തുടങ്ങിയപ്പോൾ NDTVക്കുണ്ടായിരുന്ന അത്രയും സബ്സ്ക്രൈബേഴ്സ് ഇൻഡിവിജ്വലായ രവീഷ് കുമാറിനെ പോയി സബ്സ്ക്രൈബ് ചെയ്തു. അദ്ദേഹം ചാനൽ തുടങ്ങിയ ദിവസം തന്നെ 10 ലക്ഷം പേര് വന്ന് സബ്സ്ക്രൈബ് ചെയ്തു. ജനം വളരെ ക്ലിയർ ആയിട്ട് അവരുടെ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏതൊരു വാർത്തയുടെയും ഒരു മറുവശത്ത് ഒരു ജീവിതമുണ്ട്. നമ്മുടെ പല ന്യൂസും കാണുന്നതിൽ ഇപ്പോ പല ന്യൂസും ഈ റിപ്പോർട്ടേഴ്സ് എത്തിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ ജനങ്ങളുടെ കണ്ണിൽപ്പെടാത്തതായാലും അല്ലെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റീസിന്റെ കണ്ണിൽപ്പെടാത്ത ന്യൂസ് ആയിരിക്കും, പക്ഷെ അത് അവരെത്തിക്കുന്നത് നമ്മൾ ആക്ച്വലി നോൺ ആസ് വാച്ച് ഡോഗ്സ്. അപ്പോൾ അതൊരു നല്ല കാര്യമാണല്ലോ റിപ്പോർട്ടേഴ്സ് ചെയ്യുന്നത്. ഗെയിം കീപ്പിംഗ് കുറവാണ്, എന്നാലും ഇപ്പൊ ഒരു കാര്യം വെച്ചാൽ ഒരു കുറ്റവാളി, ഇൻഫ്ലുവൻസർ, എനിവൺ എന്തെങ്കിലും ഒരു കാര്യം വന്നു, അതൊന്നും ആലോചിക്കാതെ ആ ന്യൂസ് കൊടുക്കും. മേ ബി ഇൻ ദ ഫ്രണ്ട് പേജിൽ വളരെ വലിയൊരു ബോക്സിലായിരിക്കും അത് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അതൊരു കുറ്റവാളിയല്ല, അല്ലെങ്കിൽ ആ ഒരു അറിയപ്പെടുന്ന ആൾ കുറ്റവാളി ഒന്നും അല്ല എന്നറിഞ്ഞാലും ചിലപ്പോൾ ആ ന്യൂസ് പബ്ലിഷ് ചെയ്യില്ല. ചിലപ്പോൾ സോഷ്യൽ മീഡിയാസിൽ വരാം അവരുടെ ബൈറ്റ്സോ എന്തെങ്കിലും. ന്യൂസിലും കുറവായിരിക്കും, പത്രത്തിലും ചിലപ്പോൾ അത് ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ ആൾക്കാരുടെ കണ്ണിൽ പെടാത്ത രീതിയിലായിരിക്കും. അപ്പൊ ഈ ഒരാളുടെ ജീവിതം അല്ലേ ഈ ഒരു ഇതിൽ പെട്ടുപോകുന്നത്. നമ്മൾ സെയിം പേജ് തന്നെയാണ് അക്കാര്യത്തിൽ. പക്ഷേ ഇതിൽ എൻ്റെ വ്യക്തിപരമായ ഒരു അക്കാര്യത്തിലുള്ളൊരു കാഴ്ചപ്പാട് പൊതുവായി ഈ ഒരു പ്രശ്നത്തിലല്ല. നിങ്ങൾക്ക് അത് അത്ര സ്വീകാര്യമാകാനും സാധ്യതയില്ല. ജേർണലിസം എന്ന് പറയുന്നത് നമ്മൾ പവർഫുള്ളായ ഒരു കേന്ദ്രത്തിന് നേരെ നിങ്ങൾ തിരിഞ്ഞു നിൽക്കുന്നില്ലെങ്കിൽ, അതിനെ ഫേസ് ചെയ്ത് നിൽക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു അധികാര കേന്ദ്രത്തെ അക്കൗണ്ടബിൾ ആക്കുക എന്നതല്ല നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആ പണിയുടെ പേര് ജേർണലിസം എന്നല്ല. ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ജേർണലിസത്തിനുള്ളൂ. ഡെമോക്രസിയിൽ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, അധികാരത്തിലുള്ള ആളുകളെ അക്കൗണ്ടബിൾ ആക്കുക. ആ അധികാരം എന്ന് പറയുന്നത് സർക്കാരാകാം, കോർപ്പറേറ്റ് കമ്പനികളാകാം, മതസമുദായ സംഘടനകളാകാം, രാഷ്ട്രീയ പാർട്ടികളാകാം. ആരാണോ ദ പവർ ദാറ്റ് ബി, അവരെ അക്കൗണ്ടബിൾ ആക്കാൻ അവരോട് സത്യം പറയുക, സ്പീക്കിംഗ് ട്രൂത്ത് ടു ദി പവർ എന്നതല്ലാതെ മറ്റൊന്നും ജേർണലിസം അല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇതിൻ്റെ ബിസിനസ് ആസ്പെക്റ്റും ഇതിൻ്റെ വരുമാനവും എല്ലാം ഉണ്ട്, പക്ഷേ ഇത് മാത്രമാണ് ജേർണലിസം. ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ അനുബന്ധ സംഗതികൾ മാത്രമാണ്. ആ ഒരു അർത്ഥത്തിലൂടെ നോക്കുമ്പോൾ ഇനി അങ്ങോട്ട് മലയാളത്തിലെന്നല്ല, കേരളത്തിലാണും പുറത്താണെങ്കിലും ജനം ഡ്രൈവ് ചെയ്യുകയും ജനം പേ ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്, അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾക്കാണ് ഇനി ഈ ജോലി ചെയ്യാൻ കഴിയുക. നമ്മൾ അക്കൗണ്ടബിൾ ആക്കുക എന്ന് പറയുന്നത് ആ മനുഷ്യരെ അവഹേളിക്കുക എന്നുള്ളതല്ല കേട്ടോ, അത് പ്രത്യേകം പറയണം. നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാളെ കുറ്റം ചാർത്തി അവിടെ നിർത്തുക എന്നുള്ളതല്ല. പിന്നെ കുറച്ചുകൂടി ഞങ്ങൾക്കൊരു കറക്ഷനും കൂടി ഇതിലുണ്ട്. കറക്ഷൻ്റെ ഒരു എലമെൻ്റ് കൂടി ഞങ്ങളുടെ ചിന്തയിലുണ്ട്. പോളിഷ്ഡ് ആക്കുക എന്നൊരു ഉദ്ദേശം കൂടി, കുറച്ചുകൂടി ഈ പ്രൊഫഷനെ പോളിഷ്ഡ് ആക്കുക. വളരെ സന്തോഷം.
പിന്നെ നിങ്ങളുമായി ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതിന്. ഞങ്ങളെ സംബന്ധിച്ച് ഈ പുതിയ തലമുറയിലെ പ്രത്യേകിച്ചും ജേർണലിസം പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പ്രൊഫഷനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്, അവരിൽ നിന്ന് എന്താണ് ഞങ്ങൾ അറിയേണ്ടത് എന്നൊക്കെ പ്രാഥമികമായി ഉള്ള ഒരു ഫീൽഡ് സർവേ നടത്തുന്നതിന് പകരം ഞങ്ങൾ രണ്ടുപേരും നേരിട്ട് വന്ന് ചെയ്യാം എന്ന് തീരുമാനിച്ചു എന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് അറേഞ്ച് ചെയ്തത്. ഇങ്ങനൊരു സംവിധാനം ഒരുക്കിയതിന് നന്ദി.